അയാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഞാൻ വായു കുത്തിപ്പിടിച്ചു. വായു കുത്തിപ്പിടിച്ച് കഴിഞ്ഞിട്ട് കുട്ടി അനക്കമില്ലാതാവുമ്പോൾ എനിക്ക് ഒരു പേടിയായി എന്നാണ് ഇപ്പോൾ പറയുകയാണ്. പക്ഷേ നമുക്ക് അവിടെ എന്താണ് സംഭവം അവിടെ പോയിട്ട് മനസ്സിലാക്കേണ്ടി വരും. കാരണം അവിടെ CCTV ഇല്ല. ഇയാൾ പറയുന്ന കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇയാൾ മോഡസ് ഓപ്പറേറ്റി നോക്കുമ്പോൾ ഇയാൾ കുട്ടികൾ 7 and 8 പോക്സോ എന്ന് പറയും. ഹി കമ്മിറ്റ്സ് സെക്ഷൻ 7 and 8 offenses of പോക്സോ, വിച്ച് ഇസ് നോട്ട് പെനിട്രേറ്റീവ് അസോൾട്ട്. ആ രീതിയിലുള്ള അസോൾട്ട് ചെയ്യുന്ന മോഡസ് ഓപ്പറാൻഡി ഉള്ള ആളാണ്. നെഞ്ചിലെ കൈ വെച്ചു എന്ന് പറഞ്ഞു ഇയാൾ. ദാറ്റ് ഇസ് ഓൾസോ ഹി സെയിങ്. അതൊക്കെ നമുക്ക് ഒന്നുകൂടെ ഈ സ്ഥലത്ത് പോയിട്ട് ഒന്ന് പരിശോധിക്കേണ്ടി വരും. മെഡിക്കൽ എവിഡൻസ് ആയിട്ട് എന്താണ് മാച്ചിങ്. കാരണം ഒരു മെഡിക്കൽ എവിഡൻസ് പറയുമ്പോൾ ഡോക്ടർക്ക് നമ്മൾ അതിൻ്റെ പുറകിലുള്ള സ്റ്റോറി കൂടി അറിയണം. സോ എല്ലാ ഇതിലും നോക്കിയിട്ട് പ്രൈമ ഫേസി ഒന്നും അറിഞ്ഞില്ല. പക്ഷേ കുട്ടിയുടെ കൗൺസിലിംഗ് നടത്തുമ്പോൾ കുറച്ച് കൂടുതൽ പറയുമായിരിക്കും. സോ വി ഹാവ് ടു ഗെറ്റ് ദ ചൈൽഡ് ഓൾസോ ഗെറ്റ് കൗൺസിൽഡ്. അതാണ് നമ്മൾ അറിഞ്ഞ ഒരു സ്റ്റോറി. പക്ഷേ അതിന് കേസില്ല. അവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതുകൂടി നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ അത് എവിഡൻസ് എടുക്കേണ്ടി വരും. അത് എവിടെയാണ് സംഭവം? കൊല്ലത്ത് അത് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നൗ വി ഹാവ് നോട്ട് ടേക്കൻ ഹിം ഔട്ട്. വി ഹാവ് ടു record his arrest, produce him before the court after thorough questioning. With court's permission, we have to take him to the spot and involve the parents, get more details and corroborate everything what he is saying. എന്താണ് അയാൾ പറയുന്നത്? ഓൺ റെക്കോർഡ് നമ്മുടെ സിസ്റ്റം പ്രകാരം ഓൺ റെക്കോർഡ് വേറെ കേസ് ഇല്ല. ഓൺ റെക്കോർഡ് നമ്മുടെ കയ്യിലുള്ള കേസസ് ഉണ്ട്. ലിസ്റ്റ് വായിക്കാൻ 8 കേസ് ഓൺ റെക്കോർഡ് ഉണ്ട്. അതിൽ മിക്കവാറും 2 ഓട്ടോറിക്ഷ തെഫ്റ്റ് ഉണ്ട്, 2 ടെമ്പിൾ തെഫ്റ്റ് ഉണ്ട്, ഒരു വീട് തെഫ്റ്റ് ഉണ്ട്. ലിസ്റ്റ് മതി. അയിരൂരിലാണ് ഈ പോക്സോ കേസ് ഉള്ളത്. കല്ലമ്പലത്ത് ഇയാൾക്ക് 3 കേസുണ്ട്. ഒരു ഓട്ടോറിക്ഷ തെഫ്റ്റ്, 2 ടെമ്പിൾ തെഫ്റ്റ്, പിന്നെ ചിറയൻകീഴിലെ ഒരു ടെമ്പിൾ തെഫ്റ്റ്, പാങ്കോട് ട്രിവാൻഡ്രം റൂറലിലെ ഓട്ടോറിക്ഷ തെഫ്റ്റ്, ആലപ്പുഴ സൗത്തിലെ ഒരു ഹൗസ് ബ്രേക്കിംഗ് തെഫ്റ്റ്. ഇത്രയും കേസസ് ഉണ്ട്. ആ റെയിൽവേ ട്രാക്ക് വഴി അയാൾ റോഡിലോട്ട് ഇറങ്ങിയിട്ട് ലിഫ്റ്റ് ചോദിച്ചു. അവിടെ നിന്ന് നേരെ തമ്പാനൂർ ഭാഗത്തോട്ട് പോയി. അയാൾ കിംസ് വഴിയാണ് പോയത്. കിംസ് വഴി പുറത്തേക്ക് വന്നിട്ട് തമ്പാനൂർ ഭാഗത്തോട്ട് പോയി. എല്ലാം നടന്നു പോവുകയാണ്. മാക്സിമം ട്രാക്ക് വഴിയാണ് പുറത്തേക്ക് ഇറങ്ങിയത് റോഡിലോട്ട്. ഇയാളുടെ ഓപ്പറേഷൻ നോക്കുമ്പോൾ മിക്കവാറും കൊല്ലം ട്രിവാൻഡ്രം റൂറൽ ഏരിയയിലാണ് കൂടുതൽ കറങ്ങുന്നത്. അപ്പോൾ ഈ സംഭവത്തിൽ ഇയാൾ വന്നിട്ടുണ്ട്. ട്രിവാൻഡ്രം സിറ്റി നേരത്തെ വന്നിട്ടുണ്ട്. ആ കാര്യം കൂടി നമ്മൾ നോക്കാനുണ്ട്. ഇവിടെയൊക്കെ വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന്. 50-നടുത്തുണ്ടാവും. അല്ല, ഇയാൾ ആ സമയം വരെ ആലുവ എത്തിയിട്ടുണ്ടാവും ഏകദേശം. ബട്ട് വി ആർ നോട്ട് ഷുവർ. വി ഹാവ് ടു വെരിഫൈ. ഇയാൾ പറയുന്ന കാര്യങ്ങളാണ്. ഇയാൾ എത്ര ദൂരം പോയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇയാൾ രാവിലെ തന്നെ തമ്പാനൂർ ഭാഗത്തോട്ട് പോയി, KSRTC. അവിടെ നിന്ന് ബസ് കയറി. അപ്പോൾ ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ ഓരോ ട്രേസ് നമുക്ക് എടുക്കേണ്ടി വരും. ആലുവ പോയി എന്ന് പറയും. ആലുവ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തു എന്ന് പറയുന്നു. ഇയാൾ ഞാൻ പത്രം വായിക്കാൻ അറിയില്ല, പക്ഷെ TV കണ്ടിട്ടില്ല എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അയാൾ പറയുന്നത് അറിഞ്ഞില്ല. കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഹി തോട്ട് മേ ബി ദ ഗേൾ ഹാസ് ഗോൺ. അതൊരു പേടി ഉണ്ടായിരുന്നു എന്ന് അയാൾ പറയാണ് എന്ന് അയാൾ പറയുന്നു. ദാറ്റ്സ് വാട്ട് ഹി ഈസ് സേയിങ്.
മെയിൻലി CCTVs ആണ്. അത് വളരെ കാരണം ഇയാൾക്ക് ഒരു അഡ്രസ്സ് ഇല്ലാത്ത ആളാണ്. പിന്നെ അത് വളരെ ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള ഫോണാണ് എൻ്റെ കയ്യിലുള്ളത്. അത് തന്നെ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു സിംറ്റംസ് ഇല്ല ആ ഫോണ്. ഹി ഈസ് നോട്ട് യൂസിങ് ദ ഫോൺ മച്ച്. ഇത് ഫിസിക്കൽ ലേബറാണ് ശരിക്കും കേസ് ഡിറ്റക്ഷൻ ആയാൽ തന്നെ. ടീം ഇരുന്ന് ദേ ഹാവ് ബീൻ വർക്കിംഗ് ലൈക്ക് ബേണിംഗ് ദർ മിഡ് നൈറ്റ് ഓയിൽ. ദേ ഹാവ് ഗോൺ. ഇപ്പോൾ കിട്ടി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ റൂട്ട് പറയുന്നത് തന്നെ. പക്ഷേ ഈ റൂട്ട് അല്ലാതെ പല റൂട്ട്സിലെ CCTVs നമുക്ക് നോക്കേണ്ടി വന്നു. സോ ഇതിൽ സക്സസ് ആയ റൂട്ടാണിത്. പിന്നെ ജയിൽ ഗ്രൂപ്പ്സ് വഴി അതിൻ്റെ ജയിൽ റിലീസ് പല ജയിൽ റിലീസ് നോക്കേണ്ടി വന്നു. ഒരുപാട് പോക്സോ പ്രതികളുണ്ട്, ഒരുപാട് ഇങ്ങനെ നാടോടി ആൾക്കാരുണ്ട്. അതിൽ ഇയാളിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം നല്ല ഒരു ശ്രമമായിരുന്നു. കണ്ടിന്യൂസ് ഒരു മോണിറ്ററിംഗ് ഉള്ള കേസാണ്. ടോപ്പ് മോസ്റ്റ് മോണിറ്ററിംഗ് ഉള്ള ഒരു കേസാണ് ഇത് സംഭവം. പാട് ഇതിൽ ഉറപ്പായിട്ട് വരും. ഇയാൾ ജയിലിലുള്ള സമയത്താണ് KYC എടുത്തത് തന്നെ. ഹി ഹാസ് നോ KYC. അതുകൊണ്ട് ഒരു ജയിലിൽ ഉള്ള സമയത്ത് ഒരു ആധാർ കാർഡ് എടുത്തു. അന്ന് രാത്രി പോലീസ് അവിടെ എത്തിയത് നമ്മുടെ കൺട്രോൾ റൂമിൻ്റെ കോൾ കിട്ടിയിട്ട് ഇങ്ങനെ ഒരു 2 വയസ്സുള്ള പെൺകുച്ചി മിസ്സിംഗ് ആയ എന്ന കോൾ കിട്ടിയ ഉടനെ DCP ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു. ബൈ 3 o'clock ആ ഏരിയ പോലീസ് എത്തി, RPF എത്തി. അവിടെ കുറച്ച് നേരത്തെ ഒരു 2 മണിക്കൂർ മുമ്പ് ഒരു റൺ ഓവർ പോലത്തെ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. ആ സമയത്ത് പോലീസ് എത്തി. ആ എൻട്രി ഈ രണ്ടാമത്തെ എൻട്രീന് ഇടയ്ക്കാണ് ഇയാൾ വന്നിട്ട് പോയത്.